നമ്മള് 2 ദിവസം മുമ്പേ ഊട്ടി പോവാന്ന് പറഞ്ഞിരുന്നു. ഊട്ടി പോയവരൊക്കെ 4-5 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിരുന്ന പറഞ്ഞത്. എല്ലാരും ഊട്ടിയിലാണ്. നാട്ടുകാര് മൊത്തത്തില്. ഞങ്ങള് പ്ലാൻ മാറ്റി. തമിഴ്നാട് തന്നെ കൊണ്ടരങ്കി മലയെന്ന് പറഞ്ഞാണ്ട് അവിടെ ഒരു ട്രക്കിങ്ങിന്റെ സ്പോട്ടും അതോടൊപ്പം പളനിയേരി ഡിണ്ടിഗല്, പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ സിരുമല അല്ലേ. ഞങ്ങള് 4 ആളുകൾ. അഫ്സല് ഇവിടെ ഇപ്പുറത്തെ നമ്മളെ റംഷാദ്, ബാക്കില് ഖാദർ, ആൻഡ്രിക്ക, ഫവാസിന് മുന്നേ നമ്മള് വീഡിയോയില് ഇട്ടിട്ടുണ്ട് ഒരിക്കൽ. പിന്നെ ഏകദേശം 11 മണിക്കാണ് ഞങ്ങൾ വളാഞ്ചേരിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഫവാസിന്റെ വക. എല്ലാവർക്കും ഉണ്ടോലെ തിന്നതാണ്. നല്ല കഴിക്ക് ഫവാസിനുമായി ബന്ധപ്പെടുക. ഊട്ടിയിൽ മഞ്ഞ് വീണ് റീലിറങ്ങിയോടെ നാട്ടുകാരെല്ലാം കൂടെ പോയിട്ട് ഊട്ടിയിലാകെ ബ്ലോക്കാണ്. ഒരു സ്പോട്ടിൽ നിന്ന് മറ്റേ സ്പോട്ടിലേക്ക് 4-5 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഊട്ടി ഡെസ്റ്റിനേഷൻ മാറ്റി. ടൈം 1 മണി. നമ്മൾ രാത്രിയുള്ള ചാടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. തമിഴ്നാട്ടിനെ 38 ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിൽ നമ്മളെ ഡെസ്റ്റിനേഷൻ വരുന്നത് ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ്. വളാഞ്ചേരി, പാലക്കാട്, പൊള്ളാച്ചി, ധാരാപുരം വഴിയാണ് ഞങ്ങൾ റൂട്ട് തിരിച്ചിട്ടുള്ളത്. വളാഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് 217 കിലോമീറ്റർ, അഥവാ 5 മണിക്കൂറും 9 മിനിറ്റ് റണ്ണിങ്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ ചായയുടെ ബ്രേക്കിൽ 2-3 ഉണ്ടായിട്ടുണ്ട്. പിന്നെ എണ്ണടിക്കൽ, നമ്മൾ ഫ്രഷ് ആവൽ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം 5 മണിയോട് കൂടെ അവിടെ എത്തി. സമയം 5:30. ബസ് അത് പോണ്. ഞങ്ങളിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. ഇരുട്ടായതുകൊണ്ട് മേലൊരു വെളിച്ചം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആണെന്നറിയില്ല. ഇതാ അവിടെ ഡെസ്റ്റിനേഷനിലേക്ക് പതുക്കെ എത്തിയാൽ മതി എന്നുള്ള നിലക്കാണ് നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. ഞങ്ങൾ അവിടെ എത്തിയത് നേരത്തെയാണ്, അതായത് 5:30 സമയത്താണ്. അമ്പലം തുറക്കുന്നത് 6 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ റിട്ടേൺ പോയി അടുത്തുള്ള പമ്പ് പിടിച്ചു, ഒന്ന് ഫ്രഷായി രാവിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഞങ്ങൾ വീണ്ടും റിട്ടേൺ ഇങ്ങനെ തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് പോന്നു. അതായത് 6:30 കൂടെ ഞങ്ങൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് വെളുത്ത പാത എത്താനുള്ളത് കണ്ടോളി. ആ ടോപ്പൊക്കെയാണ്. അവിടെയും നമുക്ക് വെള്ള വരി ഇങ്ങനെ കാണുന്നുണ്ട്. ഇതെങ്ങനെ കയറിയിട്ട് കൊണ്ടരങ്കി, അതായത് 4000 സ്റ്റെപ്സ് അബോ ഹൈറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് കയറുന്നത്. കൊണ്ടരങ്കി എന്നുള്ളത് ഒരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, അതൊരു പിൽഗ്രിമേജിൻ്റെ ഒരു സെൻറ്ററും കൂടെയാണ്, വിച്ച് ഈസ് റിലേറ്റഡ് ടു ലോർഡ് ശിവ. സ്റ്റെപ്പുകൾ, വെള്ള സ്റ്റെപ്പുകൾ. കാതറോടെ ഓടി കയറിൻ്റെ ബാക്കിൽ ഇതാ. പക്ഷെ അത് പ്രവാസി വേലക്കത്തൂലേ ബാക്കിൽ നിന്നുള്ള വ്യൂ. എങ്ങോട്ട് നോക്കിയാലും വ്യൂ. അങ്ങോട്ട് എത്തണം. ഫവാസ് ക്ഷീണിതനാണ്. പക്ഷേ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ വരണം, അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ വലിച്ചു കയറ്റേണ്ടി വരും അല്ലേ? വലിച്ചു കയറേണ്ടി വരും. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇത് വളരെ ഭംഗിയുള്ള ഒരു ട്രക്കാണ്. അപ്പോൾ ഒരു ഹരിയ ഫോർട്ടിന്റെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹരിയ ഫോർട്ട് എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ? അടിപൊളി അടിപൊളി. വഴികൾ ഒരു രക്ഷയില്ലേ.
നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി. അതെ, പിടിക്കാൻ പിടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇല്ല കേരണ്ട. സോ ഞാൻ മുന്നേ പറഞ്ഞതൊരു പിൽഗ്രിമേജിൻ്റെ സെൻറ്ററും കൂടെയാണെന്ന്. അതുകൊണ്ട് തന്നെ പൊതുവേ താഴത്ത് നമ്മൾ മേലേക്ക് കയറുമ്പോൾ ഇപ്പോൾ എൻ്റെ കാലം അല്ലെങ്കിൽ ഇതിൽ വീഡിയോയിൽ കാണുന്ന കൂടുതൽ ആളുകളെ കാലിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചപ്പലില്ല. അപ്പോൾ അതൊരു റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ താഴത്തുനിന്ന് തന്നെ അത് ചെരുപ്പിടണ്ടെന്ന് പറയും. പക്ഷേ നോർമലി ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ജനിച്ച മുതൽ ഇതുവരെ ചെരുപ്പിട്ട് നടന്നിരുന്ന ഒരാളെ സംബന്ധിച്ച് ചെരുപ്പിടാതെ അങ്ങോട്ട് കയറുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ്. ഇതില്ലേ ഫോണിൽ എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അറിയില്ല. കണ്ണുകൊണ്ട് ഇവിടുന്നുള്ള കാഴ്ച (3825 ഫീറ്റാണ് ഉള്ളത്. അതായത് 1165.86 മീറ്റർ ഹൈറ്റ്. അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ ഈ ചെരുപ്പിടാതെ കയറുന്നത് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. സോ ട്രക്കിങ് മാത്രം മുന്നിൽ കണ്ടുവരുന്ന ഒരാൾക്ക് ഷൂ ഇടുന്നതാവും നല്ലത്. ഇനി കണ്ടോളി, നമ്മൾ പെരേത്തും വല്യമാർ മുട്ടോണ്ട് വെച്ചാൽ കലണ്ട് വെച്ചാൽ പറഞ്ഞില്ലേ, ഇതാ കയറി വരുന്നു. ഞാൻ കൊണ്ടുവരെങ്കിൽ കയറിയതും ഇറങ്ങിയതും ചപ്പലോ അല്ലെങ്കിൽ ഷൂവോ യൂസ് ചെയ്യാതെ തന്നെയാണ്. ആകാശത്തേക്ക് നടന്ന് കയറി എങ്ങനെ ഉണ്ടാവും, ആ കാഴ്ചയാണ് ഇപ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത്. ഇത് സ്ക്രീനിൽ കാണാൻ ഇത്ര ഭംഗിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നേരിട്ട് അനുഭവിക്കുക എന്നുള്ള അതൊരു ഫീലിംഗ് വേറെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമിലാണ് ഇത്ര വലിയൊരു ട്രക്കിങ്ങും ഇത്ര അടിപൊളി ഒരു ട്രക്കിങ്ങും ഞാൻ ചെയ്യുന്നത്. വിചാരിച്ചതിനേക്കാൾ അടിപൊളിയായിരുന്നു അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ്. കയറി പോണ കാതറ് ഇത് കോട ഇറങ്ങി, അതാ വരുന്ന കോടിറങ്ങി കൊണ്ടിറങ്ങി ആയതാണെന്നറിയില്ല, സാധനം എന്തായാലും അതാ വരുന്നത്. പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളെ നമ്മൾ ലൈവായിട്ട് കണ്ണോട്ട് ഇങ്ങനെ കാണാം. ഫുഡ് വ്ളോഗേഴ്സ് പറഞ്ഞിട്ടില്ലേ മസ്റ്റ് ട്രൈ നോക്കേ. വാണ്ടർലസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റ് ട്രൈ സ്പോട്ട് അത്. ആ വരുന്ന ആളുകൾ ഇവിടെ സൺറൈസ്, ബാക്കിൽ പച്ചപ്പ്, അത് അവിടെ വേറെ മല, അവിടെ പാടങ്ങൾ, അവിടെ പ്ലെയിൻസ്, മേലക്കതാ പ്ലേറ്റ്യൂസ്. ഏകദേശമൊക്കെ മുക്കാലയക്കണ്. റംഷാദ് ഇവിടെതാ, ഫവാസ് അതാക്കിയിരുന്നു, നിങ്ങൾ കുറേ കാലമായിട്ട് ഒരാൾക്ക് പണിയെടുക്കാന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ പെരയിൽ ഇങ്ങനെ ട്രിപ്പ് പോവാന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യപ്പെട്ടത് ജീവിതത്തിൽ മറക്കാത്തൊരു അനുഭവമായിട്ട് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യാന്നറിയോ, അവരെ കൂട്ടിയിട്ട് നേരെ കൊണ്ടുവരെങ്കിൽ വരിക. ഒരു 10-200 കിലോമീറ്റർ ഉണ്ടാവും നാട്ടിൽ നിന്ന്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കായ് മുതലാവും. നിങ്ങൾക്ക് ആ ഓൾക്ക് ഇമ്മ കയറിയിട്ട് ചിലപ്പോൾ ഒറ്റയടിക്ക് ഫുള്ളായിക്കൊള്ളുന്നില്ല, ഓല് വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ നിർബന്ധിച്ച് മേലെ കയറ്റുക എന്നിട്ട് ഇറക്കുക. അപ്പോൾ ഓലെ മുഖത്ത് കിട്ടുന്ന ആ ഭാവ രസങ്ങളുണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷമാവും. അത്രയ്ക്ക് അടിപൊളിയാണ് കൊണ്ടിറങ്ങി. മലയുടെ മേലേക്ക് ഇങ്ങനെ എത്തും തോറും പച്ചപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. താഴത്തൊന്നും അങ്ങനെ ഇല്ല, കാരണം ഫുള്ള് പാറകളും കാര്യങ്ങളാണല്ലോ. പ്രായമുള്ള ആൾക്കാർ ഇതുപോലെ വല്യമാരൊക്കെ ഇതൊക്കെയാണ്. ഒരുത്തതി കൂടെ ഓടിപ്പോയാണ്. ഇവന് ഒരു ദിവസം 4 വട്ടം കൊണ്ടിറങ്ങി കയറി ഇറങ്ങിയിട്ട് ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കാന്നുള്ള അതിൻ്റെ പരിപാടിയിലാണ്. അതാ കോഡർ. പാലക്കാട്, മലപ്പുറം. ഫസ്റ്റ് ടൈം ഇങ്ങനെ കയറുമ്പോളേ നിങ്ങൾക്ക് ഓരോ കർവ് ചെയ്യുമ്പോൾ ഇപ്പത്തെന്ന് തോന്നും. ഇനിയും കയറാൻ കേട്ടോ.
കതറത്തി നംശൂരായി കൊടുക്കൂ. എന്താ റംഷാൻ എന്ത് പറയല്ലേ? സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞാണ് കേട്ടില്ലേ? ഇതാണത് ശരിക്കും സ്വർഗത്തേക്ക് തന്നെയാണ്. സ്വർഗം. പാത കഴിഞ്ഞിട്ട് ലഞ്ഞുണ്ട് കേട്ടോ, മുള്ളു പടിയുണ്ട്. ലാസ്റ്റ് ഇവിടെയാണ് ടെമ്പിൾ ഉള്ളത്. വെള്ളം ഇനി മേലേക്കിടാ. നമുക്ക് ഇനിയും ഇഷ്ടം പോലെ കയറാണ്ട്. അതെ, ധർമ്മരാജ് ഇവിടെ തമിഴ്നാടല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? Nice. 2 years after I am trekking. So before you come here? Actually, my ankle is fractured 2 years before. 2 years after I am first trekking this. Now I'm to climbing with my broken ACL. Means I just reconstructed it. Okay. Okay. Friends ഇല്ല? Friends bro, 5 members. 5 members ഓ? Yeah. ബാക്കിയുള്ളവരുടെ? They are coming back. Very slow. Way behind. കാതറേ, ഈ ട്രിപ്പ് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഒരു മെച്ചാണ് ഇതേപോലെ ധർമ്മരാജിനെ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ. അമ്പലത്തിൻ്റെ ആ ഏരിയ കഴിഞ്ഞിട്ട് അവിടെ വരുന്ന ആ പാറ കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് അത്യാവശ്യം പച്ചപ്പാണ്. വീടെടുക്കാനാ? ഇവിടെ ഒരു വ്ളോഗർ ഉണ്ട്. വ്ളോഗർ പേരെന്താ? അവിടെ അങ്ങനെ ചെരുമ്പ് പിടിച്ചിങ്ങോട്ട് കയറിയാൽ ചെരുമ്പ് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പുറത്ത് സ്റ്റെപ്പുണ്ട്. ഇതാ പച്ചപ്പ്, താഴത്തേക്കുള്ള വ്യൂ. എന്നാൽ എൻ്റെ ഏറ്റവും ടോപ്പത്തെ വ്യൂ. ഇഷ്ടംപോലെ ആൾക്ക്. ആരൊക്കെ എടുക്കണേ? ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ടീംസൊക്കെ ഉണ്ട്. പോയാ കഴിഞ്ഞ് എൻ്റെ ഏറ്റവും ടോപ്പില്. പരിപാടി ഫസ്റ്റത്തെ ലൊക്കേഷൻ കോണ്ടറിംഗ് ഹിൽസ്. സെറ്റാ, ഒന്നും പറയാനില്ല. അല്ല, അടിപൊളിയാ. കാലൊക്കെ അത്യാവശ്യം കുറച്ചൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയുമായി എൻഗേജ് ആയിട്ടുള്ള ആൾ വന്നാൽ മതി. അതാവും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ലേഡീസ് ആൻഡ് കിഡ്സ് ആയിട്ട് വരാതിരിക്കലാണ് ഒന്നും കൂടെ നല്ലത് പ്രായമുള്ളവർ. ഇവിടെ 10 വയസ്സുള്ള ഒരു വലിയമൊക്കെ കയറുന്ന വീഡിയോ തന്നെ ഉണ്ടത്. പിന്നെ അടുത്ത് നമ്മൾ പോകാൻ പോണേ ഏതായിരുന്നു? സിരുമലൈ.
സിനിമൽ. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ലൊക്കേഷൻസ് സിമിലർ അട്രാക്ഷൻ പ്ലേസ് ചുറ്റുവട്ടത്ത് ഒരുപാടുണ്ട്. ഉള്ളത് മൊത്തം കൂടുതലും വാട്ടർഫാളുമായി റിലേറ്റഡ് ആയതാണ്. വെള്ളം ഉണ്ടോയെന്നൊന്നും അറിയില്ല, മഴക്കാലം കഴിഞ്ഞിരുന്നല്ലോ, എന്തായാലും പോയത്. അടുത്തത് നമ്മൾ ഊട്ടി പറഞ്ഞ് കൊണ്ടരങ്കി പോന്നു. കൊണ്ടരങ്കി കഴിഞ്ഞിട്ട് നമ്മൾ സിറുമല പ്ലാൻ ഉണ്ടായിരുന്നു. സിറുമല ക്യാൻസലാക്കി ഞങ്ങൾ വാൽപ്പാറയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ എത്തുമ്പോഴത്തേന് മാറുമെന്ന് അറിയില്ല, എന്തായാലും ഇപ്പോൾ വാൽപ്പാറയാണ്. ഇതിൻ്റെ പേരാണ് പൊങ്കൽ. സംഭവം റൈസും പരിപ്പും ചട്നിയും ഉപ്പുമാവിൻ്റെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. കഴിച്ചോക്കട്ടെ എന്തായാലും. കൊണ്ടരങ്കി ഹിൽസ് കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണം ഫവാസിൻ്റെ മുഖത്ത്. കാതർ ചാർജ് ആക്കാം. സമയത്തിൻ്റെ പരിമിതി കാരണമാണ് നമ്മൾ പ്ലാൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കൊണ്ടരങ്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം ക്ഷീണം ഉണ്ടായിരുന്നു. വാൽപ്പാറ ആതിരപ്പള്ളി വഴി ഇങ്ങനെ നാട്ടിൽ വരാമെന്നാണ് പ്ലാനിങ് ഉണ്ടായിരുന്നത്. എയർപിന് 3 കേട്ടോ. പരിപാടി അണ്ണാമലൈ ടൈഗർ റിസർവ്. അങ്ങനെ ഇരട്ടം പോരുന്ന വഴിക്ക് തമിഴ്നാട്ടിലത്തെ കുറെ നാടൻ കാഴ്ചകളും നാടൻ കൃഷികളൊക്കെ കണ്ടിട്ട് പോന്നു. വാൽപ്പാറ അങ്ങനെ നാട്ടിൽ കളവണ്ടി ബോർഡർ ക്രോസ് ചെയ്ത് ലാസ്റ്റത്തെ വണ്ടി ഞങ്ങളത്തേന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് എത്തിയ ഓരോ ഡെസ്റ്റിനേഷനിലും ടൈം ലാഗായിട്ടാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങാനോ അവിടുത്തെ കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. കുറേ നാട്ടിൻപുറത്തെ കാഴ്ചകൾ, വണ്ടീൻ്റെ ഉള്ളിൽ നിന്നുള്ള സീനുകൾ, കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഏകദേശം ഒരു 10-30-40 കിലോമീറ്ററോടുള്ള യാത്ര, ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ വഴി റിട്ടേൺ പോരാണ് ചെയ്തത്. ഇപ്പോൾ കൊണ്ടരങ്കി ഹിൽസ് കയറി ഇപ്പോൾ തൃശ്ശൂർ റിട്ടേൺ പോകുന്നു. ബാക്കിൽ ഞാനടക്കം എല്ലാവരും കുറച്ച് ടയർഡാണ്. വണ്ടിയിലേതല്ലോ ഒപ്പം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സ്പോട്ട് രക്ഷയില്ല. നിങ്ങളൊക്കെ അഭിപ്രായം എന്താ? പൊളി. പുതിയൊരു സ്പോട്ടായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.